ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാനത്തെ CPI ശ്രേണിയിൽ രണ്ടാമൻ, കൃത്യമായി അഭിപ്രായങ്ങൾ പറയുന്ന, വിധേയത്വമില്ലാത്ത നേതാവ് അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബുവാണ് ഇത്തവണ Q18-ൽ നമുക്കൊപ്പം. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും ഉറ്റുനോക്കുന്നത്, CPI അടക്കം ഉറ്റുനോക്കുന്നത് DGPയുടെ റിപ്പോർട്ട് വരുന്നു ഈ വിഷയങ്ങളിൽ. എന്താണ് CPI പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിൽ? അത് തൃശ്ശൂർ പൂരം ഉദ്ദേശിച്ചാണോ അതോ ADGPയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ DGP കൊടുക്കാൻ പോകുന്ന ആ റിപ്പോർട്ട് CPI ഉറ്റുനോക്കുന്നത് അത് ഏത് തരത്തിലായിരിക്കുമെന്നാണ്? അല്ല, ഞങ്ങളതിൽ DGPയുടെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ DGPയുടെ റിപ്പോർട്ടിനെ ഞങ്ങളങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ഉറ്റുനോക്കേണ്ടുന്ന കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂയാണ്. അതിനെ ഒരു DGPയുടെയും റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്. അയാൾ ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 2023 താൻ റാം മാധവിനെയും ദത്തത്രേയ ഹൊസബളെയും ഞാൻ നേരിട്ട് കണ്ടു. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു. തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിലാണ് പോയത് എന്നൊക്കെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ അതിൽ വേറെ പിന്നെ അന്വേഷണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. എന്നാൽ അങ്ങനെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ RSS നേതാക്കളെ കാണാൻ പോയപ്പോൾ ആ RSS നേതാക്കളെ കാണാൻ പോകുന്നതിന് മുമ്പ് DGPയോട് വല്ലതും സംസാരിച്ചോ? ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണോ പോയത്? എന്താണ് സംസാരിച്ചത്? തൻ്റെ എന്തായിരുന്നു തൻ്റെ ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ കൂടി വരാം. ഞങ്ങൾ പറയുന്നത് ആ സന്ദർശനം ഇറ്റ്സെൽഫ് തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില പാലിക്കാനുള്ള അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ. പ്രത്യേകിച്ച് ഔദ്യോഗികമായി കേരളത്തിലിപ്പോൾ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോവാം. വർഗീയ സംഘടനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല മത മേധാവികളെയോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുണ്ടെന്ന് ജനം സംശയിക്കുന്ന ആളുകളെയൊക്കെ പോലീസ് ഓഫീസേഴ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇവിടെ അങ്ങനൊരു സാഹചര്യമേ ഇല്ല. വളരെ ശാന്തമായ അന്തരീക്ഷം. ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റാണ് കേരളം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വളരെ ശാന്തമായ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഈ RSS നേതാക്കളെ എന്തിന് ADGP പോയി കണ്ടു? ഒരാവശ്യമില്ലാതെ. അത് ഒരു തെറ്റായ പൊളിറ്റിക്കൽ മെസ്സേജ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകും. അതുകൊണ്ട് ആ വിസിറ്റ് ഇറ്റ്സെൽഫാണ് തെറ്റ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ അതാണ്. DGPയുടെ റിപ്പോർട്ട് പല വിഷയങ്ങളും അതിൽ കണ്ടേക്കാം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ തൃശ്ശൂർ പൂരം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ ADGP ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ പോയതിൻ്റെ സാങ്ഷനുമായി ബന്ധപ്പെട്ട വല്ല വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ, പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും അക്കാര്യത്തിലുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും DGPയുടെ. ഞങ്ങൾ ട്രേസ് ചെയ്തത് RSS നേതാക്കളെ ADGP സന്ദർശിച്ചത് തന്നെ തെറ്റാണ്. RSS ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന് വേണ്ടിയാണ്. അവരെ വിഭാവനം ചെയ്യുന്നത് ഒരു മതേതര രാജ്യമല്ല. മതേതരത്വം എന്ന സങ്കല്പത്തിനെ അവർ എതിരാണ്. അപ്പോൾ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന, അതിനുവേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന് പറയുന്ന RSSൻ്റെ നേതാക്കളെ LDF ഗവൺമെൻറ്റിലെ പോലീസ് മേധാവി പോയി കണ്ടു. അതാണ് തെറ്റ്. ഈ പൊളിറ്റിക്കൽ വിഷയമാണ് നിങ്ങൾ ഉന്നയിച്ചത് പറഞ്ഞു. അതുകൊണ്ടാണോ
ഇങ്ങനെ ഇത്രയും പരാതികൾ വന്നിട്ടും അന്വേഷണം നടക്കുമ്പോഴും ADGP മാറ്റി നിർത്തി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നടപടിയിലേക്ക് പോയാൽ മതി എന്ന് കരുതുന്നത് ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്, അതിനകത്ത് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ എന്നൊരു സാങ്കേതികത്വം അതിനകത്തുള്ളതുകൊണ്ടായിരിക്കും? അല്ല, അതിന് ആ സാങ്കേതികത്വമല്ല. ഗവൺമെൻറ് ആവുമ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും മുൻ അനുഭവങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കണം എന്നുള്ള നിലയിൽ ചിന്തിച്ചേക്കാം. അതിന് ഗവൺമെൻറ്റിന് കിട്ടിയ റിപ്പോർട്ടോ ലീഗലായിട്ടുള്ള ഒപ്പീനിയനോ അതൊക്കെ ചിലപ്പോൾ ആ നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന നിലയിൽ വന്നിട്ടുള്ളതാവാം. അതുകൊണ്ട് ഈ സെൻകുമാറിൻ്റെ കേസിൽ വന്നതുപോലെ പെട്ടെന്ന് അങ്ങനെ നീക്കിയാൽ അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങനെയൊക്കെ ചില ഉപദേശങ്ങൾ കിട്ടിക്കാണും. അതുകൊണ്ട് വരുന്ന ഒരു കാലതാമസം മാത്രമേ ആവാൻ വഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും CPI പലതവണയായി പറയുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ അന്വേഷണത്തിലേക്ക് കടക്കണമെന്നാണ്. എത്രയോ സമയമായി താങ്കളടക്കം CPIയുടെ മന്ത്രിമാരടക്കം ഈ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരല്പം പോലും അത് ചെവി കൊള്ളേണ്ട ആ കാര്യമില്ല എന്ന് സർക്കാരും മുന്നണിയും കരുതുന്നതായിരിക്കും. അല്ല, അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളാണ്. ഇപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തി കാര്യം എന്തെന്ന് വെച്ചാൽ അജിത് കുമാർ അവിടെ പ്രസൻസ് ഉണ്ട്. അവിടെ അജിത് കുമാറിൻ്റെ പ്രസൻസ് തൃശ്ശൂരിലുണ്ടായിരുന്നു. പൂരം നടക്കുന്ന ദിവസം ADGP അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ മാറ്റി നിർത്തി അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൽ ഒന്നുമില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള നിലയിലല്ല ഞങ്ങളതിനെ കാണുന്നത്. RSS നേതാക്കളെ സന്ദർശിച്ച ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട. അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞതിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പം തൃശ്ശൂർ പൂരത്തിലെ എത്രത്തോളം ADGPയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അത് അന്വേഷിച്ച് ബോധ്യപ്പെടുകയും അതനുസരിച്ചൊരു നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇറ്റ് ഈസ് എ പ്യുവർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അങ്ങനെ RSSൻ്റെ നേതാക്കളെ സൗഹൃദ സന്ദർശനമാണെങ്കിലും രഹസ്യമായി കണ്ട 2023 അങ്ങനെ കണ്ടത്. അങ്ങനെയുള്ള ഒരു ADGP കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ് ഈസ് എ പ്യുവർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇതിന് സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു ഫോൺ കോൾ വിളിച്ചുകൊണ്ട് ഇതിൽ ഒരു കൺഫർമേഷൻ വരുത്തി ഒരു നടപടി എടുക്കാവുന്നതല്ലേ, എന്തിനാണ് DGPയുടെ അന്വേഷണം? അത് തന്നെയാണല്ലോ ഇപ്പോൾ CPI ചോദിക്കുന്നത്. അതായത് ഇങ്ങനൊരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രഹസനമാണ്. പകരം കൃത്യമായി ഒരാളെ മാറ്റി നിർത്തുക തന്നെയായിരുന്നു വേണ്ടിയത്. അതാണ് പറയുന്നത് അല്ലേ? അതെ, ആ പോസ്റ്റിൽ നിന്ന് ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുക. അതേ നമുക്ക്, കാരണം എന്താ വെച്ചാൽ അത് നിയമപ്രകാരമുള്ള ഒരു തെറ്റല്ല. ഇപ്പോൾ RSSൻ്റെ നേതാക്കളെ ADGP രഹസ്യമായി പോയി കണ്ടു എന്ന് പറയുന്നത് ഒരു നിയമപ്രകാരവും തെറ്റായ ഒരു കാര്യമല്ല. നിയമമോ ചട്ടമോ ഒന്നുമല്ല. അത് ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ വിഷയമാണ്, ഒരു പ്രൊപ്പറേറ്റിയുടെ വിഷയമാണ്. ഇവിടെ ഒരുപക്ഷെ UDF ഗവൺമെൻറ്റോ മറ്റ് ഇപ്പം BJP ഗവൺമെൻറ്റോ ആണെങ്കിൽ അവർക്കതൊരു വിഷയമല്ല. പക്ഷേ LDFന് അതൊരു വിഷയമാണ്. ഇന്ത്യയിലെ ലെഫ്റ്റ് പൊളിറ്റിക്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് ADGP കാണിച്ചത്. അതുകൊണ്ട് ADGPയുടെ പേരിൽ വേറെ എന്തെങ്കിലും നിയമപരമായ നടപടിയെടുക്കാനല്ല ഞങ്ങൾ പറയുന്നത്. ADGPയെ അങ്ങനെയുള്ള ഒരു ADGPയെ ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാനൊക്കെയല്ല. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, ഒരു പ്ലൂറലിസം ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന LDF ഗവൺമെൻറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പോലീസ് മേധാവിയല്ല ഇപ്പോൾ ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അജിത് കുമാർ. അതങ്ങനെ പറയാൻ കാരണം അദ്ദേഹം രഹസ്യമായി ഈ ഒരു വർഷത്തിന് മുമ്പ് RSS നേതാക്കളെ കണ്ടതാണ്. അത് അല്ലെങ്കിൽ അയാൾ പരസ്യമായിട്ട് തന്നെ ഞാൻ ഇന്ന ആവശ്യത്തിനാണ് പോയതെന്നൊക്കെ പരസ്യമായി പറയുകയും അന്ന് അങ്ങനെ പോകുന്നതിനുള്ള അനുവാദമൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ അതൊരു പേഴ്സണൽ, ഇപ്പം റിട്ടയർ ചെയ്തതിനു ശേഷം അങ്ങനെ പോയാൽ നമുക്കൊന്നും പറയാനില്ല, അതങ്ങനെ പോകാം. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല. LDF ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിച്ഛായയുണ്ട്, മതേതരത്വത്തിൻ്റെ പ്രതിച്ഛായയുണ്ട്, ബഹുസ്വരതയുടെ പ്രതിച്ഛായയുണ്ട്. അതിനെയാണ് അജിത് കുമാർ ഈ സന്ദർശനത്തിൽ കൂടി ഇല്ലാതാക്കിയത്. ഒരു ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷം മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും. താങ്കളുടെ തന്നെ ലേഖനത്തിലുള്ള വാക്കാണ്.
അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിനെ എന്ന് പറയുന്നത് ആ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. പ്രതിപക്ഷമുണ്ട്. ഇത് രണ്ടുമല്ലാണ്ട് പുറത്തുപോയി നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് പി വി അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. കാണുന്ന പൊതുജനത്തിന് സ്വാഭാവികമായിട്ടും തോന്നുപോകും അങ്ങനെ ഒരു വലിയ സംരക്ഷണം അതെന്തുകൊണ്ട് വരുന്നു എന്ന് തോന്നില്ലേ? അല്ല, ഞാനതാ പറഞ്ഞത്, മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ് എന്ന അഭിപ്രായം എനിക്കില്ല ഫോർ ദ ടൈം ബീയിങ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി ഒരു നടപടി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി നോക്കൂ. ഇനിയും അത് ചെയ്യാതെ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് സംരക്ഷിക്കുകയാണോ അല്ലയോ എന്നുള്ള ചർച്ച നടത്താം. ഇപ്പം സംരക്ഷണമല്ല, കാലതാമസം. ആ കാലതാമസം ഈ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്തൊരു പരാമർശം ഉണ്ടാകുന്നില്ലെങ്കിൽ, നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. അല്ല, അത് വരട്ടെ, അതിൻ്റെ ഒരു സമയമാവട്ടെ. സമയം വരുമ്പോൾ നമുക്ക് നോക്കാം. DGPയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാം. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പക്ഷേ CPIക്ക് പേടിയാണ്, കാലിൽ ചങ്ങല ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ പ്രതിപക്ഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടുന്ന സമയത്ത് വിമർശിച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒരു തടസ്സവും ഉണ്ടാവാറില്ല. മുഖ്യമന്ത്രി ചെയ്ത കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റെന്നും ശരിയുണ്ടെങ്കിൽ ശരിയെന്നും പറയുന്നതിനകത്ത് തെറ്റില്ല. അങ്ങനെ ഞങ്ങൾ പറയാറുമുണ്ട്. ഒരിക്കലും അതിനകത്തൊന്നും മറച്ചു വെക്കാറില്ല. അതിന് ഒരു വൈമനസ്യവും ഞാൻ കാണിക്കാറുമില്ല. പറയാനുള്ളത് പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 2017 TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അവിടെ പോയപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ട് സെൻകുമാറിന് അതേ സ്ഥാനം തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ADGP അങ്ങനെ മാറ്റുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറയുമോ എന്നുള്ള ഒരു സന്ദേഹം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തോന്നിക്കൂടാന്നില്ല. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ടൈം, അതിനുള്ളൊരു സമയം എടുക്കുന്നതാവാം. അതുകൊണ്ടാണ് ഞാനതിനെ ഒരു കാലതാമസം എന്ന് പറഞ്ഞത്. ആ കാലതാമസം പരിഹരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ നടപടി എടുത്തില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണോ വേണ്ട എന്നുള്ളത് എൻ്റെ കാര്യം. അങ്ങനെ മടിയില്ലാതെ ഞാൻ പറയും എന്ന് അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു പറയുന്നത് ഞാൻ എന്നൊരു വാക്ക് എടുത്തുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത് CPI ഒറ്റക്കെട്ടായി ആ ഒരു നിലപാട് എടുക്കുന്നുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, CPIയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഞാൻ ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വമാണ് ആദ്യമേ തന്നെ അഭിപ്രായം പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വം ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം നേരിട്ട് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടും പറഞ്ഞു, പിന്നെ LDFൻ്റെ യോഗത്തിലും പറഞ്ഞു. പിന്നെ നിരവധി തവണ അത് പല ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് പറയേണ്ടതായിട്ടും വന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളത് പറയണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ ചോദിക്കുമ്പോൾ പിന്നെ ഒഴിഞ്ഞു മാറേണ്ടുന്ന ആവശ്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ബിനോയ്, പാർട്ടി സെക്രട്ടറിയും ഞാനും എക്സിക്യൂട്ടീവിലെ എല്ലാ ലീഡേഴ്സും എല്ലാവരും ഒരേ അഭിപ്രായമാണ് അക്കാര്യത്തിലുള്ളത്. ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ കാണാം. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഒരു അതിനകത്തൊരു വൈമനസ്യവുമില്ല, ഒരു ആശങ്കയുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അക്കാര്യം ആവശ്യം. CPI അത് പറഞ്ഞതിന് ശേഷം, ഈ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയോട് അതിന് പറഞ്ഞതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നു, 2 പാർട്ടിയാണല്ലോ. ബിനോയ് വിശ്വം അങ്ങനെ പറയുന്നു, 2 പാർട്ടിയാണല്ലോ, 2 നിലപാടുണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് പറയാനല്ലോ, 2 പാർട്ടിയാണല്ലോ. അത് ആ പറയുന്നതിൻ്റെ മെസ്സേജ് എങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പൊതുജനങ്ങളും എടുക്കുക? അല്ല, അതിനകത്ത് ഈ വിഷയത്തിൽ, അതായത് RSS എന്ന് പറയുന്ന സംഘടനയോട് ഇന്ത്യയിലെ CPI CPM പാർട്ടികൾക്ക് 2 നിലപാടില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ. CPIയും CPMും
RSSൻ്റെ ഇന്ത്യയിൽ RSS നടപ്പിലാക്കാൻ പോകുന്ന അജണ്ടയെ അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. RSSനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ CPIക്കോ CPMനോ വ്യത്യസ്തമായ ഒരു അഭിപ്രായവുമില്ല. അവർ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം, ഏകരാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ഈ 3 വിഭാഗത്തെ RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയോട് എന്ത് സമീപനമായിരിക്കണമെന്നുള്ള കാര്യത്തിൽ CPMനോ CPIക്കോ യാതൊരു വ്യത്യസ്തമായ നിലപാടുകളുമില്ല. ഒരേ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് 2 പാർട്ടികളും അക്കാര്യത്തിൽ പോകുന്നത്. തത്വാധിഷ്ഠിത നിലപാടുകളിൽ യാതൊരു ചോദ്യവും ഇല്ല, അതിലൊരു തർക്കവുമില്ല. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് മാത്രമാണ് വിമർശനം വരുന്നത്. അതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു CPI അങ്ങനെ ഒരു മടിയില്ലാതെയും പറയുന്ന കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ ഒരു 2 വർഷം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു വിനീത വിധേയനായി മാറി എന്നുള്ളൊരു ആരോപണമൊക്കെ അങ്ങനെ ഉയരാറുണ്ട്. അത് ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല, അല്ലെങ്കിൽ അത് മയപ്പെടുത്തിയാണ് സംസാരിക്കാറ് എന്നുള്ള ആരോപണമുണ്ടല്ലോ, അതും നിഷേധിക്കുകയാണ്. അങ്ങനില്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അതിൽ പറയേണ്ടുന്നതല്ലേ പറയേണ്ടുന്ന കാര്യമുള്ളൂ. ഒരു ഐക്യമുന്നണി സംവിധാനം നിലനിൽക്കുമ്പോൾ ആ ഐക്യമുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത CPIക്കുമുണ്ട്, CPMനുള്ളതുപോലെ തന്നെ CPIക്കുമുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രായോഗികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ഇടതുമുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ CPIയുടെ ഈ CPI പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായിട്ട് ഗൗനിക്കുന്നുണ്ടോ? ഗൗനിക്കാതിരുന്ന സന്ദർഭമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും കാതലായ വിഷയങ്ങളിൽ അങ്ങനെ ഇനി വരുന്നെങ്കിലും ഉള്ളൂ. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പം കഴിഞ്ഞ ഞാൻ 10 വർഷം പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. 2012 മുതൽ 2022 വരെ ഒരു തവണ പോലും അത്തരത്തിലുള്ള ഒരു വിയോജിപ്പിൻ്റെ കാര്യം ഉണ്ടായിട്ടില്ല. വിയോജിപ്പിൻ്റെ കാര്യം ഉണ്ടായ സ്ഥലത്ത് CPI ഉറച്ചു നിന്നിട്ടുണ്ട്. അത് പിന്നെ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയെത്തി പോയിട്ടുമുണ്ട്. കാരണം വിയോജിപ്പ് ഉണ്ടാവാതിരിക്കാനൊക്കെയില്ല. ചില വിഷയങ്ങളിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് CPIക്കും CPMനും വ്യത്യസ്തമായ സമീപനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇപ്പം ക്യാബിനറ്റിലെ ഫയൽ ഡിസ്പോസൽ, മിനിസ്റ്റേഴ്സിൻ്റെ ഫയൽ ഡിസ്പോസൽ തന്നെ ഒരിക്കൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അത് ഗവൺമെൻറ് മാറ്റിവെക്കേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തതാണ്. അതുകൊണ്ടത് മാറ്റിവെക്കേണ്ടി വന്നു. തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ അതുപോലുള്ള നിലപാട് വന്നു. വേറെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ വരികയും അതൊക്കെ പിന്നീട് യോജിപ്പിൻ്റെ മേഖലയിൽ കൂടി അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണരംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും പരിഹരിച്ചു പോകും. പരിഹരിക്കാത്തതായ ഒരു വിഷയവും CPI CPM തമ്മിൽ ഇല്ല. ഒരു പാർട്ടി ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ, ഒരു മുന്നണി ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ ഇതല്ലാതെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല സ്വാഭാവികമായിട്ടും. അപ്പോഴും ഈ പ്രതിപക്ഷം പറയുന്നൊരു കാര്യം, CPIയുടെ പല വിമർശനങ്ങളും മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. അപമാനിക്കപ്പെട്ടുകൊണ്ട് എന്തിന് CPI അവിടെ നിൽക്കുന്നു? UDF ഒരിക്കലും അവർക്ക് നേരെ വാതിലെ അടച്ചിട്ടേയില്ലല്ലോ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ. അത് കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും ഒരു പൊളിറ്റിക്കൽ പാപ്പറിസം, രാഷ്ട്രീയമായ ഒരു പാപ്പരത്വമാണ് അവരാ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ ഒരു പാപ്പരത്വ സമീപനം കാണിക്കുന്നതേ ഉള്ളൂ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ തന്നെ യോജിപ്പിൻ്റെ മേഖലയും കൂടി കണ്ടെത്തി ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഐക്യമുന്നണി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ക്രക്സ്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതാണ്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചർച്ചകളിൽ കൂടി പരിഹരിച്ച് പോവുക, ഒരുമിച്ച് പോവുക, അതേ ആ ഒരു സമയം എടുക്കാൻ നോക്കൂ. ഏതെങ്കിലും ഒരു 100 പോയിൻ്റ് ഉള്ളതിനകത്ത് ഏതെങ്കിലും 1, 2, 3 തെറ്റിക്കഴിഞ്ഞാൽ അവിടെ അപമാനിതരായി കളഞ്ഞിട്ട് പോകുന്നൊരു സമീപനം എടുക്കാൻ CPMനും ഒക്കെയില്ല, CPIക്കും ഒക്കെയില്ല, ഒരു ഘടകകക്ഷിക്കും ഒക്കത്തില്ല. അതുകൊണ്ട് LDF എന്ന പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാവുന്നത് ഈ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇപ്പം പാർട്ടി പരിപാടികളിൽ തന്നെ വ്യത്യാസമുണ്ട്.
അതൊക്കെ ഉള്ളപ്പോഴും യോജിപ്പിൻ്റെ മേഖലകൾ ഒരുപാടുണ്ടായതുകൊണ്ടാണ് 90% യോജിപ്പിൻ്റെ മേഖലകൾ ഉണ്ടായതുകൊണ്ടാണ് ആ മുന്നണി സംവിധാനം ശക്തമായി നിലനിൽക്കുന്നത്. അതിൽ ചില വിഷയങ്ങളിൽ ചെറിയ 10% ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും. അതിൻ്റെ പേരിൽ മുന്നണി നിന്ന് അപമാനിതരാകുന്നു എന്നൊരു ഫീലിംഗ് ഒന്നും ഞങ്ങൾക്കുണ്ടാവത്തില്ല, ഞങ്ങൾക്കുണ്ടാവേണ്ടത് ആവശ്യമില്ല. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ മുന്നണിയിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ 24 മണിക്കൂർ പോലും ആയിട്ടില്ല. CPIയുടെ നേതൃയോഗത്തിൽ കേരള കോൺഗ്രസിനെതിരെ വിമർശനം വരുന്നു, കടലാസ് പുലി എന്നുള്ളൊരു കാര്യം പറയുന്നു. ഈ കേരള കോൺഗ്രസിൻ്റെ യുവജന സംഘടന പറയുന്നത് പ്രസ്താവനകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ യുവജന സംഘടന പ്രതികരിച്ചിട്ട് മണിക്കൂറുകളാണ്. എന്തോ കോട്ടയത്തെ കണ്ടൊരു ചർച്ച നടന്നതില്ല, അതിനൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് സാഹചര്യം എന്ന് പോലും എനിക്കറിയത്തില്ല. കോട്ടയം ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ വന്ന കോട്ടയം DC-യിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ വന്ന എന്തോ ചർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ കഴിയത്തക്ക നിലയിൽ കേരള കോൺഗ്രസ് വളർന്നിട്ടില്ല. അതിനുള്ള പ്രായം കേരള കോൺഗ്രസ്സിനില്ല, ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 ഇന്ത്യയിൽ രൂപം കൊണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പാരമ്പര്യവും പൈതൃകവും ഉള്ളൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കോൺഗ്രസ്സിൽ നിന്ന് ഭിന്നിച്ച് 64-ലുണ്ടായതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി. അത് ഏതാനും ചില ജില്ലകളിലുള്ള ഒരു സംവിധാനമാണ്. ഭരണമുള്ളപ്പോൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംവിധാനത്തിനപ്പുറമൊന്നുമില്ല. അതിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും ആർക്കും കഴിയില്ല. അത് കേരള കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ അവർക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രതികരണം എന്നുള്ളത് കവിഞ്ഞ് അതിൻ്റെ മുഖവിലേക്ക് തന്നെ തള്ളിക്കളയല്ലാതെ ഞാനതിൽ ഒരു പ്രതികരണത്തിൽ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മും CPIയും തമ്മിലുള്ള ആ ഒരു പ്രകടമായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത ഇതാദ്യമായിട്ടല്ല പുറത്തു വരുന്നത്. അത് കാണുമായിരിക്കും. അതൊക്കെ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു നിലപാട് ശക്തമായിട്ടെടുത്താൽ കേരള കോൺഗ്രസ് മുന്നണി വരുമോ? ഒരിക്കലും വരത്തില്ല. CPI എടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടെടുത്ത് CPM-നെ കേരള കോൺഗ്രസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ പോകാനൊന്നും അവരൊരിക്കലും ചിന്തിക്കത്തു പോലുമില്ല. കാരണം ഓൾ ഇന്ത്യ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ CPI-CPM യൂണിറ്റിയാണ് ഏറ്റവും പ്രധാനം. അത് CPM-ൻ്റെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ നോക്കിയാലും കാണാം, CPI-യുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ കാണും. ലെഫ്റ്റ് യൂണിറ്റി ഏറ്റവും പ്രധാനമായി കാണുന്നതാണ്. അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി, അത് കഴിഞ്ഞേ ഉള്ളൂ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്സിൻ്റെ കാര്യം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് CPI അതിനകത്ത് മാണി ഗ്രൂപ്പ് ഒക്കത്തില്ല, മുന്നണിയിൽ വേണ്ട എന്ന് വളരെ അഡമൻ്റായ ഒരു നിലപാടെടുത്താൽ ഒരിക്കലും കേരള കോൺഗ്രസ് അതിൽ വരത്തില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല കണ്ടത്. CPM-ൻ്റെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടു. കോട്ടയം ജില്ലയിലെ പാർട്ടി അത് ഡിസ്കസ് ചെയ്തു. CPI-യുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ മുന്നണിയിലെടുക്കുന്നതിനെ അനുകൂലമായി തീരുമാനമെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. നേതൃത്വത്തെ LDF നേതൃത്വത്തെയും ഞങ്ങളത് അറിയിച്ചു. അല്ലാതെ CPI-യുടെ കോട്ടയം DC-യുടെ അഭിപ്രായത്തെ മാനിക്കാതല്ല ഞങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ കൂടെ മുന്നണിയിൽ കൊണ്ടുവരണമെന്ന് CPI-യുടെ സംസ്ഥാന നേതൃത്വത്തോട് ആദ്യം ആവശ്യപ്പെടുന്നത് CPI-യുടെ തന്നെ കോട്ടയം DC-യാണ് ആവശ്യപ്പെട്ടതനുസരിച്ച് വന്നത്. അതുകൊണ്ട് അതിനകത്തൊന്നും വേറെ ഒരു ഇതുമില്ല. കേരള കോൺഗ്രസ്സിന് CPI-യുടെ ആ നിലപാട് കേരള കോൺഗ്രസ് മറന്നുപോയോ? ഈ പാളയത്തിൽ പട പോലെ പുറത്ത് തോന്നുന്നത് അത് അവരോടല്ലേ ചോദിക്കേണ്ടത്, അത് അവരല്ലേ പറയേണ്ടത്. കേരള കോൺഗ്രസ് അത് മറക്കുകയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ലീഡർഷിപ്പിന് നന്നായിട്ട് അറിയാമല്ലോ. ആരെങ്കിലും താഴെ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന യുവജന രംഗത്തെ ആരെങ്കിലും ഒറ്റ പറഞ്ഞു എന്നുള്ളത് കവിഞ്ഞ് അതിന് മറ്റൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഈ PV അൻവറിൻ്റെ വിഷയം വരുമ്പോൾ അൻവറിനെ ചുമന്നുകൊണ്ട് നടന്നവർ ഉത്തരം പറയട്ടെ എന്നാണ് CPI പൊതുവെ പറയുന്നത്, താങ്കളടക്കം. അതായത് അൻവർ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു, അൻവറിനെതിരെ കടുത്ത നടപടി എന്ന് CPM പറയുന്നു, പുറത്ത് കൊലവിളി നടത്തി മുദ്രാവാക്യം പ്രവർത്തകർ വിളിക്കുന്നു. കൊണ്ടു നടന്നവർ ഇത് പറഞ്ഞോട്ടെ, പകരം വീട്ടിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ ഗാലറിയിൽ മാറിയിരുന്ന് കളി കാണുകയാണോ CPI? അല്ല, അതുകൊണ്ടല്ല. അത് അങ്ങനെ മാറി നിന്ന് കളി കാണുന്നതിന് വേണ്ടി പറഞ്ഞതല്ല.
അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അൻവർ വരുന്നത് 2011-ലാണ്. 2011-ൽ അൻവർ ഏറനാട് മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ് CPIയുടെ അവിടുത്തെ ആളുകൾ മുഖേന ഞങ്ങളുടെ അന്ന് ചന്ദ്രപ്പനാണ്, CK ചന്ദ്രപ്പനാണ് പാർട്ടി സെക്രട്ടറി, ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളത് അങ്ങനൊരു കാൻഡിഡേറ്റ് വേണ്ട എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു. നമുക്ക് വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിർത്തിയാൽ മതി എന്നുള്ളൊരു സമീപനം എടുത്തുകൊണ്ടാണ് അഷ്റഫ് കാളിയത്ത് എന്ന് പറയുന്ന പാർട്ടി പ്രതിനിധിയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അഷ്റഫിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ അൻവർ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അൻവറിന് ഏതാണ്ട് നിയർലി 40,000 വോട്ട് കിട്ടി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും 2,700 വോട്ടൊറ്റയാണ്. എന്തായാലും ബിലോ 3,000 നമുക്ക് കിട്ടിയ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്. അപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ച ഒരാളിനെ എങ്ങനെ 40,000 വോട്ട് കിട്ടി എന്നുള്ളത് ഗൗരവമായി ഞങ്ങളന്ന് പരിശോധിച്ചു. ഞങ്ങൾ അന്ന് പരിശോധിക്കുമ്പോൾ അതിൽ LDFിലെ തന്നെ വോട്ട് പിന്നിച്ച് കുറച്ച് അൻവറിന് പോയിട്ടുണ്ട്. അന്ന് മുതൽ അൻവറിൻ്റെ പുറകെ നടക്കുക. അൻവറിനെ ആ വിഭാഗമാണ് പിന്നീടും പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരികയും സ്ഥാനാർത്ഥിയാക്കുകയും അത് പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയൊക്കെ ചെയ്തു. LDFൻ്റെ സ്ഥാനാർത്ഥിയായപ്പോൾ അൻവറിനെ ഞങ്ങളും പിന്തുണച്ചു. CPIയുടെ നിലമ്പൂരിലെ സഹാക്കൾ പിന്നെ ഏറനാട് ഞങ്ങൾക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അൻവർ വന്നപ്പോൾ നിലമ്പൂരിൽ CPIയുടെ ആളുകൾ LDFിനെ വോട്ട് ചെയ്യുക എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തവരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു വൈമനസ്യം ഉണ്ടായില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാവുന്നു. LDF എന്നുള്ളതിലേക്ക് വരുമ്പോൾ കാൻഡിഡേറ്റ് LDFൻ്റെയാണ്, അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ CK ചന്ദ്രപ്പൻ മുൻകൈയെടുത്ത് മാറ്റി നിർത്തിയ കാൻഡിഡേറ്റിനെ LDFിനെതിരായി പ്രവർത്തിച്ചിട്ടും അയാളെ ഈ നിലയിൽ കൊണ്ടുവന്ന കുറച്ചാളുകളുണ്ട്. അവർ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥയ്ക്ക് അവരാണ് മറുപടി പറയേണ്ടത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനും ബിനോയും ഞങ്ങളെല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അക്കാര്യമാണ്. ആ വിഭാഗം, ആ ഉത്തരം പറയേണ്ട ആ വിഭാഗം ഇപ്പോഴും തൻ്റെ കൂടെ ഉണ്ട് എന്ന് അൻവറിനൊരു കൃത്യമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അൻവർ പറഞ്ഞു, നിലമ്പൂർ വിശദീകരണ യോഗത്തിന് മുമ്പ് പറഞ്ഞു, ഞാൻ വിളിച്ചാൽ 1000 സഖാക്കൾ വരും എന്ന് പറഞ്ഞു. 1000 അല്ല, 10,000-ലേറെ പേര് അവിടെ വന്നു. ആ വന്നത് CPMൻ്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ അതിനകത്തുണ്ട്. അപ്പം ഈ പറഞ്ഞ ഒരു ടീം തൻ്റെ കൂടെ ഉണ്ട് എന്ന് അൻവറിന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. വിശ്വസിക്കട്ടെ, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? അതായത് CPMൽ നിന്ന് കുറച്ച് വിഭാഗം അൻവർ പോകുന്നിടത്തേക്ക് പോകും, അൻവറിനൊപ്പം നിൽക്കും, അതായത് അവിടെ ഒരു വിള്ളലുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അൻവറിനുണ്ട്. അത് ലീഗ് അടക്കമുള്ളവർക്കുമുണ്ട്. CPI അത് കാണുമ്പോഴും അതങ്ങനെ സംഭവിക്കുമെന്ന് CPIയുടെ ഒരാൾ പോലും ആ കൂട്ടത്തിൽ പോകത്തില്ല. CPIയുടെ ഉറച്ച ഒറ്റ പ്രവർത്തകൻ പോലും ആ കൂട്ടത്തിൽ പോകത്തില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ആ കൂട്ടത്തിൽ CPM ഉണ്ടാകും. അതെനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ്റെ LDFൻ്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാർ ചാനലിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു. CPMൻ്റെ പ്രതിനിധികളെയും ഞങ്ങളത് പിന്നെ പോകാതെ നോക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തായ ഒരാളിൻ്റെ പുറകെ പോകുന്നെങ്കിൽ ആ പാർട്ടിയാണ് അത് നോക്കേണ്ടത്, അവരാണ് സംരക്ഷിക്കേണ്ടത്. അങ്ങനെ സ്വന്തം പാർട്ടി സഹാക്കൾ ഈ പറയുന്ന ആളിനോടൊപ്പം പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത കാണിക്കേണ്ടുന്നത് ആ പാർട്ടിയാണ്. മറ്റൊരു പാർട്ടി കാണിക്കേണ്ടുന്ന ജാഗ്രതയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയുമല്ല. ഈ അൻവർ നടത്തുന്ന പല ആരോപണങ്ങളും എല്ലാം CPI അൻവറിനെ തള്ളിപ്പറഞ്ഞാലും ആ ആരോപണങ്ങളെല്ലാം CPIക്ക് തള്ളിക്കളയാ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ചില അവസ്ഥയൊക്കെയുണ്ട്. പോലീസിനെതിരെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന ആരോപണങ്ങൾ ഇത്ര മോശമാണോ കേരളത്തിലെ പോലീസ്? കേരളത്തിലെ പോലീസ് അങ്ങനെ മോശമാണെന്ന് അൻവറും പറയത്തില്ല. പോലീസിലെ ഒരു സെക്ഷൻ ആളുകൾ ആ നിലയിൽ നീങ്ങുന്നു എന്നുള്ള നിലയിലാണ് PV അൻവർ MLA പോലും പറഞ്ഞിട്ടുള്ളത്. പോലീസിൽ എല്ലാ കാലത്തും ചില ആളുകളുണ്ട്. പക്ഷേ കേരളത്തിലെ പോലീസ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട പോലീസ് വിഭാഗമാണെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കുറ്റാന്വേഷണ വിഭാഗത്തിൽ
അത് നടത്തുന്ന പരിശ്രമങ്ങളിൽ അതിലെല്ലാത്തിലും കേരളത്തിലെ പോലീസ് ഏറ്റവും മികവുറ്റത്. നഞ്ചെന്തിന് നാനാഴി എന്നാണല്ലോ. പക്ഷേ നഞ്ചെന്തിന് നാനാഴി. അതാ ഞാൻ പറഞ്ഞത്. അതിലെ ഏറ്റവും നല്ല പോലീസ് വിഭാഗം കേരളത്തിനുള്ളപ്പോൾ പോലും അതിലെ കുറച്ച് കരടുകൾ ഉണ്ട്. അവർക്ക് അനാവശ്യമായ ചില ബന്ധങ്ങളും ഉള്ളതായിട്ട് പുറത്തു വരുന്നു. അത് പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്, സംസ്ഥാനത്തിന് നാണക്കേട്. ഈ സിദ്ദിഖിൻ്റെ അറസ്റ്റ് നീണ്ടുപോയപ്പോഴും ഇതേ ഒരു വിഭാഗം തന്നെ അവിടെയും ഒരു നാണക്കേടുണ്ടാക്കി സേനയ്ക്ക്, അങ്ങനെയും CPI കരുതുന്നുണ്ട്. അല്ല, ഞങ്ങളത് ആ നിലയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. അല്ല, ആവശ്യം ആരോപണങ്ങളും CPI പരിഗണിക്കുന്നില്ല. സിദ്ദിഖിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനകത്തെ പോലീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആബ്സ്റ്റനേഷൻ അതൊന്നും ഞങ്ങളങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുകേഷിൻ്റെ അറസ്റ്റും ജാമ്യം പോലുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടതാണ് മുകേഷ് എന്നുള്ളത് അനിരാജ അടക്കമുള്ള ഒരു തവണയല്ല പലതവണ പറഞ്ഞിട്ടുണ്ട്. CPIക്ക് പക്ഷേ അതൊരു ഒരു പാർട്ടി നിലപാടായിട്ട് CPI അത് ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, പാർട്ടി നിലപാടായിട്ട് ഉന്നയിക്കാഞ്ഞതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പിന്നീട് വന്നു. ഒരുപാട് പരാതികൾ വന്നു. അതിൽ പലതിലും FIR ഇപ്പോൾ എടുക്കുന്നുണ്ട് പോലീസ്. അതിൽ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസുകൾ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മുകേഷിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് വന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിൻ്റെ വിഷയമാണ്. രഞ്ജിത്തിൻ്റെ കേസ് വരുമ്പോൾ അന്ന് ആനി രാജ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മഹിളാ സംഘത്തിൻ്റെ നേതാക്കൾ, ആനി രാജ ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരികയും അപ്പോൾ വയനാട് വരുന്ന സമയത്ത് ഇവിടുത്തെ മഹിളാ സംഘത്തിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. അവരെല്ലാം രഞ്ജിത്തിൻ്റെ വിഷയത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി തന്നെ അവരതിൻ്റെ പ്രതിഷേധ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെയാണ് മുകേഷിൻ്റെ വിഷയം കൂടെ വന്നത്. അപ്പോൾ ആനി രാജ അതനുസരിച്ച് പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. രഞ്ജിത്ത് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് നൽകിയൊരു സ്ഥാനമാണ്. അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ രഞ്ജിത്ത് ഹോൾഡ് ചെയ്തത് ഒരു ഗവൺമെൻറ് നൽകിയ ഒരു സ്ഥാനമാണ്. പക്ഷേ മുകേഷ് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ എപ്പോഴെങ്കിലും റീകാൾ ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതല്ല. ഇത് രാജിവെച്ച പിന്നെ തിരഞ്ഞെടുപ്പിൽ കൂടിയല്ലേ വീണ്ടും എങ്ങനെയായാലും വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനോ LDFിനും ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ നോക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ മുകേഷായിരുന്നു. ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ പറയാനിടയായത് രഞ്ജിത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിഷേധ പ്രകടനവും ഒക്കെ നടത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ മുകേഷിൻ്റെ വിഷയം വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മഹിളാ സംഘത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ്. അത്രയും. ഇതുപോലെയുള്ള നിലപാടുകൾ CPI പറയുന്നു. താങ്കൾ CPIയിൽ തന്നെ ഈ മുഖം നോക്കാതെ നിലപാട് വർഷങ്ങളായിട്ട് പറയുന്ന ഒരാളാണ്. ഇങ്ങനെ ഈ തുറന്ന നിലപാടുകൾ പറയുന്നത് കൊണ്ട് താങ്കളെയും സംഘടനയ്ക്കകത്ത് വെട്ടി നിർത്തി എന്ന് പറയുന്നവരുണ്ട്. അത് ആളുകൾ പറയുന്നതിന് ഇപ്പം എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു വെട്ടിനിരത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കില്ല, ഒരിക്കലും ഇല്ല. അത് പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങൾ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ എടുത്ത് പോകുന്നതാണ്. ഒരുമിച്ച് ഇന്ന് പോകാനാണ്. ഇപ്പോൾ ഉള്ള ഞങ്ങളെല്ലാവരും ഏറെക്കുറെ സമപ്രായക്കാരായിട്ടുള്ളൊരു ലീഡർഷിപ്പാണ്. ഞാനായാലും ബിനോയ് ആയാലും നാഷണൽ എക്സിക്യൂട്ടീവിൽ ഇവിടെ നിന്നുള്ള സന്തോഷ് കുറച്ചുകൂടെ ജൂനിയർ കണ്ണൂർ DC സെക്രട്ടറി കഴിഞ്ഞിട്ട് നേരെ സെൻറ്ററിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വിട്ടതാണ്. പിന്നെ ഇപ്പം പുതുതായിട്ടെടുത്ത KP രാജൻ, ഞങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ഏജിൽ വരുന്ന ലീഡേഴ്സാണ്. ഞങ്ങൾ തമ്മിൽ അതിനകത്തൊന്നും ഒരു അലോസരവും ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ ഉണ്ടായതായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പലതും വന്നു. അതൊക്കെ ഒരു ഇന്നർ പാർട്ടി വിഷയങ്ങൾ എന്നുള്ളത് കഴിഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. അതിൻ്റെ പേരിലൊന്നും ഈ എത്രയോ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതിയും സംഘടനാ മര്യാദകളും സംഘടനയുടെ ഒരു കെട്ടുറപ്പും അതിൻ്റെ ഐക്യവും ഒക്കെ അറിഞ്ഞും കാത്തു സൂക്ഷിച്ചും ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം. മനുഷ്യനായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടാകും, ആഗ്രഹങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളും പാർട്ടിക്കുള്ളിൽ നടക്കുകയുണ്ടാകും. അതൊന്നും
ഒരു പരിഭവത്തിന് വിഷയമാവത്തില്ല, ഒരിക്കലുമില്ല. അത്തരത്തിലുള്ള ഒരു പരിഭവം കൊണ്ട് നടക്കാനോ ആ പരിഭവം പ്രകടിപ്പിക്കുന്നവരായിട്ട് മാറാനോ അതിനൊന്നും കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞങ്ങളാരും അതിനൊന്നും ആ നിലയിൽ ചിന്തിക്കുന്നവരല്ല, പ്രവർത്തിക്കുന്നു. ഞാനൊരു ലൈറ്റായിട്ട് ചോദിക്കുകയാണ്. കാരണം ബിനോയ് വിശ്വം വരുന്നതിന് മുൻപ് ഒരുപക്ഷെ താങ്കളുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ പേര് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ താങ്കളും ബിനോയ് വിശ്വവുമായിട്ട് അങ്ങനെ അത്ര സ്വരച്ചേർച്ചയില്ല എന്ന് പറയുന്നത് ശത്രുക്കളുടെ വെറും പ്രചാരണം മാത്രമാണ് അല്ലേ? പിന്നെ അപർണ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടി സംസ്ഥാന കൗൺസിലാണ്. ഞങ്ങളുടെ കീഴ്വഴക്കമനുസരിച്ച് പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലുള്ള ആരെങ്കിലും ഒരാൾ പേര് പറയുമ്പോഴാണ് ആളിനെ നിർദ്ദേശിക്കുന്നത്. ബിനോയ് കാനം രാജേന്ദ്രന് ശേഷം താൽക്കാലിക സെക്രട്ടറിയായിട്ട് പിന്നെ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ സെക്രട്ടറിയുടെ ഒഴിവിലേക്ക് അങ്ങനെ വരുമ്പോൾ ബിനോയിയുടെ പേര് പാർട്ടി സംസ്ഥാന കൗൺസിലിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഞാനാണ്. ഡി രാജ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിൽ പിന്നെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾക്കൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം എന്നുള്ള നിലയിൽ സംസ്ഥാന കൗൺസിലിന് വിടുകയായിരുന്നു. അപ്പോൾ ഞാനാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ഞാൻ ബിനോയിയുടെ പേര് നിർദ്ദേശിക്കുകയും ഇ ചന്ദ്രശേഖരനും KP രാജേന്ദ്രനും ബിനോയുടെ പേരിന് എൻ്റെ നിർദ്ദേശത്തെ സെക്കൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ബിനോയ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ അന്നേ പിന്നെ ഞാനങ്ങ് മാറി നിന്നാൽ പോരെ, നിർദ്ദേശിക്കാതെ. അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ വരുമ്പോൾ എത്രയോ തവണ പലതും വോട്ടിനിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നറിയാം. അത് ആദ്യകാലം മുതൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കാലഘട്ടം മുതൽ പലതും വോട്ടിനിട്ട് തീരുമാനിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായില്ലല്ലോ. മിനിസ്റ്റേഴ്സിനെ വോട്ടിനിട്ട് തീരുമാനിച്ച ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോഴല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അതൊക്കെ പാർട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ള ലീഡേഴ്സ് കണ്ടേക്കും. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ല, എങ്കിലും ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത്, വളരെ ഇത്രയും പുസ്തകങ്ങളൊക്കെ ഉള്ള മുറി ഇരിക്കുമ്പം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു ഞാൻ ഇത് അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് വിചാരിച്ചതാണ്. അങ്ങനെ ഈ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലപാടുകൾ മാത്രമാണെന്ന് പറയുമ്പോഴും പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നേതാവ് എപ്പോഴെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനം പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാം എന്ന് കരുതിയിരുന്നു? അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഘട്ടത്തിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, അവരെന്നെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ 22ാമത്തെ വയസ്സിൽ ഒരു പള്ളിക്കൂടത്തിൽ ഹെഡ് മാസ്റ്ററായിട്ട് കയറിയാണ്. BEd കഴിഞ്ഞ് BEഡിൻ്റെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ പോയി തുടങ്ങി. ആ റിസൾട്ട് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഹെഡ് മാസ്റ്ററായിട്ട് സ്കൂളിൽ അറ്റൻഡൻസിൽ ഒപ്പിട്ട് തുടങ്ങിയതാണ്. 77 മുതൽ 80 വരെ സ്കൂളിലിരുന്നു. 80ലാണ് ഞാൻ സ്കൂളിൽ നിന്ന് ലീവ് എടുത്താണ് LLBക്ക് പോയത്. ലായ്ക്ക് പോയി 83-ൽ 3 ഇയർ കോഴ്സ് 83-ൽ പൂർത്തിയായിട്ട് അന്നേരം തന്നെ സന്നദ്ധെടുത്തു, ജോലി രാജിവെച്ചു. മാനേജർ, ഞാൻ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത സ്കൂളിൻ്റെ മാനേജർ എൻ്റെ അമ്മാവൻ തന്നെ, അമ്മയുടെ ബ്രദറാണ്. അതുകൊണ്ട് അമ്മാവൻ അന്നേരം തന്നെ രാജിക്കത്ത് കൊടുത്തിട്ട് ഞാൻ എൻറോൾ ചെയ്തു. വക്കീൽ പണി തുടങ്ങിയതാണ്. ആ വക്കീൽ പണി തുടങ്ങുന്ന സമയത്ത് പഠിക്കുമ്പോൾ ഞാൻ AIYFൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പഠിക്കുമ്പോൾ LLBക്ക് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് വക്കീൽ പണി 83-ൽ പുനലൂർ ആരംഭിക്കുന്ന സമയത്ത്, പുനലൂർ കോടതിയില്ല, അവിടെ പുനലൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു 84-ൽ ഞാൻ. അപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പണിയും വക്കീൽ പണിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ലായിരുന്നു. എന്നാൽ പിന്നീട് പത്തനാപുരം താലൂക്ക് കമ്മിറ്റി 2ആക്കി വിഭജിച്ച് പത്തനാപുരം മണ്ഡലം കമ്മിറ്റി പ്രത്യേകമായിട്ട് നിലവിൽ വരുന്നത് 88-ലാണ്. അപ്പോൾ ഞാനാണ് ആദ്യത്തെ മണ്ഡലം സെക്രട്ടറി. മണ്ഡലം സെക്രട്ടറി ആകുമ്പോഴും ഏറെക്കുറെയൊക്കെ വക്കീൽ പണിയും അതും കൂടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിൽ പരമാവധി ഞാൻ നോക്കി. പക്ഷേ 91-ൽ MLA ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കേസിനോട് നീതി പുലർത്താൻ കഴിയാത്ത, ക്ലയൻസിനോട് നീതി പുലർത്താൻ കഴിയാത്ത നിലയിൽ വന്നു. അങ്ങനെ വന്നപ്പം പതുക്കെ വക്കീൽ പണി കുറവ് വരുത്തി. പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു, എന്നാലും അത് കുറവ് വരുത്തി. പിന്നെ അങ്ങനെ പോയി. ഈ
എൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളും ആവശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് പറ്റിയതല്ല എന്നെനിക്ക് അന്ന് തോന്നിയിരുന്നു. അന്നും തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും ആ തോന്നലുണ്ട്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ കോടതിയിൽ നിന്ന് കേസ് നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്തുണ്ടാകുന്നൊരു നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് ആ പ്രൊഫഷൻ ഒരുപാട് സഹായിക്കും. എനിക്ക് എന്തായാലും അത് സഹായകരമായിരുന്നു. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതൊക്കെയല്ലോ. ഇപ്പോൾ MLA എന്നുള്ള നിലയിൽ 25,000 രൂപയുടെ പെൻഷനാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഏക വരുമാനം എന്ന് പറയുന്നത് അതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ MLA പണി, രാഷ്ട്രീയ പ്രവർത്തനം ഇതിനോടൊക്കെ താല്പര്യപൂർവ്വം നടക്കുന്ന ഒരാളായിരിക്കണം. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്കൊരിക്കലും അങ്ങനെ അത് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഏതാണ്ടൊരു നമുക്കൊരു ക്രൈസായിട്ട് കണ്ടിട്ടുള്ള ആളെ അല്ല ഞാൻ. എനിക്കങ്ങനെ ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ 2001 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ, ഞാൻ അന്നൊക്കെ ആയിട്ടുള്ളൂ, ഞങ്ങളുടെ പിന്നെ PKV സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് എന്നെ കാൻഡിഡേറ്റ് ആക്കുന്നത്, നിയമസഭയിലേക്ക് കാൻഡിഡേറ്റ് ആക്കുന്നത്. PKV ആയിരുന്നു അതിനൊരു മുൻകൈ എടുത്തതും. PKV പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സാരിയൊക്കെ വന്നത്. അതൊക്കെ എനിക്കറിയാം. അതിന് മുമ്പും പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയും അതിന് തൊട്ട് മുമ്പിരുന്ന സെക്രട്ടറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള ചുമതലക്കാർ അവരെ രണ്ടുപേരെയും കണ്ട് ഞാൻ പറഞ്ഞു, ഞാനിനി ഇല്ല, എന്നെ ഒഴിവാക്കണം എന്ന് രണ്ടുപേരോടും തൊഴുകൈകളോടെ ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു കാര്യവും കൂടെ സൂചിപ്പിച്ചു. എൻ്റെ MLA പെൻഷൻ ഞാൻ വേണ്ടാന്ന് വെക്കാം, അതുകൂടി പാർട്ടിക്ക് തന്നേക്കാമെന്ന്. എന്നെ ഇനി അതിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് പ്രാക്ടീസിന് പോകണം എന്ന എൻ്റെ ആഗ്രഹം ഞാൻ അന്ന് പറഞ്ഞു. പക്ഷെ അന്നത് നടന്നില്ലെന്ന് മാത്രമല്ല, അവർ രണ്ടുകൂടെ പറഞ്ഞു എന്നെ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നിർത്തുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോകാനും കഴിയാത്തൊരു സാഹചര്യം വന്നു. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് മാറുകയെന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായി എനിക്ക് ഒരു ക്ഷീണമാണല്ലോ. അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും അതിൽ നിന്നു. എങ്കിലും CK ചന്ദ്രപ്പൻ വന്നപ്പം വീണ്ടും ഞാനൊരാവശ്യം ഒന്ന് ഉന്നയിച്ചു നോക്കിയപ്പോൾ ചന്ദ്രപ്പനും സമ്മതിച്ചില്ല. ചന്ദ്രപ്പനും പറഞ്ഞു, അങ്ങനല്ല, നിന്നേ ഒക്കൂ. തന്നെയല്ല, ചന്ദ്രപ്പനെ സഹായിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പാർട്ടി സെൻറ്ററിലേക്ക് പോരണം എന്നത് ചന്ദ്രപ്പൻ്റെ ഒരു ആവശ്യം കൂടായിരുന്നു. അങ്ങനെ ചന്ദ്രപ്പൻ പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഇതിനകത്ത് ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് നിന്നു പോവുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു താല്പര്യവും എനിക്കില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും പൊളിറ്റിക്സും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും എനിക്കൊരു ക്രൈസേ അല്ല, ഒരിക്കലുമല്ല. ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്തു പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരിക്കലും ഞാനതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 2001 എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോകുമായിരുന്നു. അതൊരു സത്യമാണ്. അതിനകത്ത് എന്ത് വിമർശനം നേരിടേണ്ടി വന്നാലും ഞാനത് സത്യസന്ധമായി പറയുക, എനിക്കതായിരുന്നു ആഗ്രഹം. അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കും. ഏതായാലും അഭിഭാഷക വൃത്തിക്കായിരുന്നില്ല, സജീവ രാഷ്ട്രീയത്തിന് തന്നെയാണ് പ്രകാശ് ബാബു ഒഴിവാക്കപ്പെടാത്ത വ്യക്തിത്വം എന്ന് പറഞ്ഞുകൂടി വളരെയധികം നന്ദി സാർ, ഇത്രയും നേരം. ഓക്കെ.